താരസംഘടനയായ അമ്മയിലെ അഡ്ഹോക് കമ്മിറ്റി നിയമനത്തിനെതിരെ മുൻ ഭരണസമിതി. അഡ്ഹോക് കമ്മിറ്റിക്ക് നിയമസാധുതയില്ലെന്ന് കാട്ടി കോടതിയെ സമീപിക്കാനാണ് തീരുമാനം. മുൻ ഭാരവാഹികൾ ഓൺലൈൻ യോഗം ചേർന്നാണ് ഈ തീരുമാനമെടുത്തിരിക്കുന്നത്. അമ്മ ജനറൽ ബോഡിയിൽ തന്നെ അപമാനിച്ചതിന് തെളിവുകളുണ്ടെന്ന് ശ്വേതാ മേനോൻ പറയുന്നു. ഒരു സ്ത്രീയെ 7 മണിക്കൂറോളം സ്റ്റേജിൽ നിർത്തി അശ്ലീല വാക്കുകൾ പറഞ്ഞു. സ്ത്രീകൾക്ക് സംസാരിക്കാൻ പറ്റാത്തൊരു സ്ഥാപനമായി അമ്മ മാറിയെന്നും ആരോപിക്കുന്നു. സംഘടനയെ ഓർത്താണ് ഇത്രയും ദിവസം മിണ്ടാതെ ഇരുന്നതെന്നും ശ്വേതാ മേനോൻ പറയുന്നു. അതിനിടെ സ്ത്രീകൾ അധികാരത്തിലേക്ക് വന്നപ്പോൾ സംഘടന കുളമായി എന്ന പ്രതീതിയാണ് ഉണ്ടായതെന്ന് രമേശ് പിഷാരടി മറുപടി പറയുന്നുണ്ട്. ഇനിയും ഒരവസരം തരാനാവില്ല. തനിക്ക് രാജിവെക്കാൻ അധികാരമുണ്ട്, പക്ഷേ അധികാര കൈമാറ്റം ചെയ്യാൻ അധികാരമില്ല എന്നും രമേശ് പിഷാരടി പറയുന്നു. ശ്വേതാ മേനോനെതിരെ നടി ഉഷാ ഹസീനയും ഇന്ന് രംഗത്തെത്തി. സ്ഥാനമൊഴിയാതെ കടിച്ചു തൂങ്ങാനാണ് ഉദ്ദേശമെങ്കിൽ സംഘടനയിലെ സ്ത്രീകൾ സംഘടിച്ച് താരസംഘടനയുടെ ഓഫീസിന് മുന്നിൽ സത്യാഗ്രഹ സമരം നടത്തും എന്നതാണ് ഉഷാ ഹസീനയുടെ ഫേസ്ബുക്ക് കുറിപ്പിലെ ഭീഷണി. അമ്മ സംഘടനയിൽ നിന്നുള്ള രാജി 2 മാസം മുന്നേ സമർപ്പിച്ചതെന്ന് ജോയ് മാത്യുവും പറയുന്നുണ്ട്. ഭരണസമിതിക്ക് ശരിയായ രീതിയിൽ സംഘടനയെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല. ഭൂരിപക്ഷ അഭിപ്രായം മിക്കവാറും മണ്ടത്തരങ്ങളാകും. ഒരു സ്ത്രീ നേതൃത്വത്തിൽ വന്നതുകൊണ്ട് കാര്യമില്ല എന്നും ജോയ് മാത്യു പറഞ്ഞു. നടൻ ജോയ് മാത്യു പ്രസിഡന്റിന് കൈമാറിയ കത്തിൽ ഭരണസമിതിക്കെതിരെ അതിരൂക്ഷ വിമർശനങ്ങളാണുള്ളത്. പൊതുജനങ്ങളുടെ മുന്നിൽ അമ്മ അപഹാസ്യരായതിന്റെ പ്രധാന കാരണം ഭരണസമിതിയുടെ പിടിപ്പുകേടാണ് എന്നതാണ് ജോയ് മാത്യുവിന്റെ കുറ്റപ്പെടുത്തൽ. ഭരണസമിതിയിൽ എത്തിയവരുടെ ചെറിയ ഈഗോയും വലിയ അധികാരക്കൊതിയും കാരണം സംഘടന നിത്യേനയൊന്നോണം പരിഹാസ്യമായി. സംഘടന ചിരിക്കാനുള്ള വകയായി മാറിയെന്നും ജോയ് മാത്യു ഈ കത്തിൽ കുറ്റപ്പെടുത്തി. അപ്പോൾ അത് വളരെ നേരത്തെ തന്നെ കത്താണ് എന്നത് വ്യക്തമാകുന്നു. ഇന്ന് കൂടുതൽ വിശദീകരണമായി അദ്ദേഹം മാധ്യമങ്ങൾക്ക് മുന്നിലേക്ക് എത്തുന്നുണ്ട്. ഒപ്പം രാജിവെക്കുന്നു എന്ന് പറഞ്ഞ ശ്വേത ഇനി നിയമ നടപടികളിലേക്കാണ്. ആ ഭരണസമിതി ഒന്നാകെ നിയമ നടപടികളിലേക്ക് നീങ്ങുന്നു എന്നതാണ് മനസ്സിലാകുന്നത്. അപ്പോൾ താരസംഘടനയിൽ എന്തൊക്കെയാണ് നടക്കുന്നത്? തമ്മിലടി ഇപ്പോൾ നിയമയുദ്ധത്തിലേക്ക് തന്നെ നീങ്ങുന്ന ഒരു സാഹചര്യമാണ്. വിശദാംശങ്ങളുമായി നമുക്കൊപ്പം നവമി ദിനേശ് ചേരുകയാണ്. നവമി, എന്താണ് ഈ താരസംഘടനയിൽ നടക്കുന്നത്? ഏത് തരത്തിലുള്ള നീക്കങ്ങളാണ് 2 പക്ഷവും നടത്തുന്നത്? നിയമ നടപടികൾ എന്നത് ശ്വേതാ മേനോൻ ഉറപ്പിക്കുകയാണോ? സ്ത്രീകൾക്ക് സംസാരിക്കാൻ പറ്റാത്ത ഒരു സ്ഥാപനമായി അമ്മ മാറിയെന്നാണ് ശ്വേതാ മേനോനും പിഷാരടിയും തമ്മിലുള്ള സംഭാഷണത്തിൽ ശ്വേതാ മേനോൻ പറയുന്നത്. ജനറൽ ബോഡിയിൽ അപമാനിച്ചതിൽ തെളിവുകൾ ഉണ്ടെന്ന് ശ്വേതാ മേനോൻ പിഷാരടിയോട് പറയുന്നു. ഒരു സ്ത്രീയെ 7 മണിക്കൂറോളം സ്റ്റേജിൽ നിർത്തി അശ്ലീല വാക്കുകൾ പറഞ്ഞു. അത് സിദ്ദിഖിനെയും ബാബുരാജ് ഉൾപ്പെടെയുള്ളവരുടെ പേരുകൾ എടുത്തു പറഞ്ഞുകൊണ്ടാണ് ശ്വേതാ മേനോൻ സംസാരിക്കുന്നത്. കണക്കുകൾ അവതരിപ്പിക്കുവാൻ അനുവദിച്ചില്ല. മീറ്റിംഗ് തുടങ്ങിയപ്പോൾ തന്നെ ബാബുരാജ് ബഹളമുണ്ടാക്കി. പല സ്ത്രീകളും തന്നെ വിളിച്ച് ഇങ്ങനെയൊന്നും സംഭവിക്കാൻ പാടില്ലാത്തതായിരുന്നു, തങ്ങൾക്ക് ഒന്നും പറയാൻ സാധിച്ചിരുന്നില്ല എന്നുകൂടി ശ്വേതാ മേനോനോട് പറഞ്ഞതായും ശ്വേതാ മേനോൻ വ്യക്തമാക്കുന്നുണ്ട്. ഒപ്പം തങ്ങൾക്ക് വേണ്ടി പിന്തുണ ഉണ്ടായിരുന്ന അല്ലെങ്കിൽ തങ്ങളെ പിന്തുണച്ചവരെ സംസാരിക്കാൻ പോലും ബാബുരാജും സിദ്ദിഖും അടക്കമുള്ളവർ സമ്മതിച്ചില്ല. ഈ കണക്കുകൾ അവതരിപ്പിക്കാൻ അല്ലെങ്കിൽ കണക്കുകളെല്ലാം തന്നെ അംഗങ്ങൾക്ക് മുന്നിലേക്ക് നൽകുന്നതിന് വേണ്ടി 43 ദിവസത്തെ സമയം ആവശ്യപ്പെട്ടു. മോഹൻലാൽ അടക്കം ആ സമയം നൽകാൻ പറഞ്ഞിരുന്നു. പക്ഷേ സിദ്ദിഖ് ഇടപെട്ടാണ് അങ്ങനെ സമയം കൊടുക്കണ്ട എന്ന് പറഞ്ഞത്. എന്തിനാണ് ഒരു കൂട്ടം കുറ്റാരോപിതർ മാത്രം ഇത്രയും വലിയ ബഹളം അമ്മ ജനറൽ ബോഡിയിൽ ഉണ്ടാക്കിയത് എന്നുകൂടി ശ്വേതാ മേനോൻ പിഷാരടിയോട് ചോദിക്കുന്നുണ്ട്. എന്തായാലും സ്ത്രീകൾ വന്നപ്പോൾ സംഘടന കുളമാക്കി എന്ന പ്രതീതിയാണ് പൊതുസമൂഹത്തിന് മുന്നിൽ ഉണ്ടായിരുന്നതെന്നാണ് പിഷാരടി ശ്വേതാ മേനോനോട് പറയുന്നത്. എന്തായാലും കണക്കുകളെല്ലാം തങ്ങൾ കൃത്യമായും വെക്കും. ഇങ്ങനെ ഒരു അഡ്ഹോക് കമ്മിറ്റി രൂപീകരിക്കാനുള്ള അനുവാദം അത് ജനറൽ ബോഡിക്കില്ല. ബൈലോയിൽ അത്തരം കാര്യങ്ങളൊന്നും പറയുന്നില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ തങ്ങൾ തന്നെ അഡ്ഹോക് കമ്മിറ്റിയായി തുടരുകയാണ് വേണ്ടത്. അതാണ് കീഴ്വഴക്കം. മോഹൻലാൽ സംഘടനയിൽ നിന്ന് മാറിയപ്പോഴും അങ്ങനെ തന്നെയല്ലേ ഉണ്ടായിരുന്നത്? അതെന്തുകൊണ്ടാണ് 2 പേർക്കും 2 നീതി എന്നുകൂടി ശ്വേതാ മേനോൻ ചോദിക്കുകയും ചെയ്യുന്നുണ്ട്. എന്തിനാണ് ഈ കുറച്ച് കുറ്റാരോപിതരായ ആൾക്കാർ മാത്രം ഒച്ചമ്പിളി ഉണ്ടാക്കിയത്? പിന്നെ കൊല്ലം തുളസി അങ്കിൾ നമുക്ക് വേണ്ടി പറഞ്ഞപ്പോ അങ്കിളുടെ കയ്യിൽ നിന്ന് മൈക്ക് എന്തിനാണ് സിദ്ദിഖ വലിച്ചത്? അനൂപ് ചന്ദ്രൻ എന്തിനാ അടിക്കാൻ പോയത്? എന്തിനാണ് മല്ലിക സുകുമാരൻ ആന്റിന്റെ കയ്യിൽ നിന്ന് മൈക്ക് പിടിച്ചു വലിച്ചത്? മറ്റേ എത്രയോ, ഞാൻ ഇനി എത്ര കാണിക്കണം, എത്രയോ കാര്യങ്ങൾ ഞാൻ കാണിച്ചു തരാം. ഇതെന്താണെന്നറിയോ ശരി,
ഇതെല്ലാം ചെയ്ത് പറയുന്ന കാര്യങ്ങളൊന്നും എനിക്ക് ഉത്തരം അറിയാവുന്നതോ പറയാവുന്നതോ അല്ല. ഞാൻ പിഷുവിനോട് ഞാൻ പറഞ്ഞു തീർന്നില്ല. ഉത്തരം പറയാൻ അല്ലെങ്കിൽ അറിഞ്ഞ് നടന്നത് തെറ്റാണ്. അത് നടന്നത് തെറ്റാണ്, ഞാൻ സമ്മതിച്ചു. ഇവിടെ ഇപ്പൊ നമ്മൾ എന്തുകൊണ്ട് അത് ശ്രദ്ധയ്ക്ക് മേടിച്ചു, എന്തുകൊണ്ട് ബാബുരാജ് പറഞ്ഞു, എന്തുകൊണ്ട് ഇത് ചെയ്തു എന്ന് നമ്മൾ ചോദിക്കുന്നത് പോലെ തന്നെ ഇവര് നമ്മുടെ കഴിഞ്ഞ കമ്മിറ്റിയെ പറ്റി ഇതുപോലൊരു 15 ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. അതിനിടയിൽ നടി ഉഷ ഹസീന ഒരു ഫേസ്ബുക്ക് പോസ്റ്റുമായി രംഗത്തെത്തി. ശ്വേതാ മേനോന് താക്കീത് നൽകിക്കൊണ്ടാണ് ഉഷ ഹസീനയുടെ ഫേസ്ബുക്ക് പോസ്റ്റ്. ഇനിയും ഈ ഭാരവാഹിത്വത്തിൽ നിന്ന് മാറിയില്ലെങ്കിൽ അല്ലെങ്കിൽ സംഘടനയിൽ കടിച്ചു തൂങ്ങി നിൽക്കാനാണ് തീരുമാനമെങ്കിൽ സ്ത്രീകൾ എല്ലാവരും ചേർന്ന് സംഘടനയ്ക്ക് മുന്നിൽ പ്രതിഷേധവുമായി എത്തുമെന്നുകൂടി ഉഷ ഹസീന പറയുന്നുണ്ട്. വളരെ വളരെ മോശമായിട്ടുള്ള രീതിയിലാണ് ശ്വേതാ മേനോന്റെ കമ്മിറ്റി ഭാരവാഹികളെ കമ്മിറ്റി മുന്നോട്ട് പോയത്. ഇതിൽ വലിയ എതിർപ്പാണ് ജനറൽ ബോഡിക്ക് മൊത്തത്തിലുണ്ടായിരുന്നത്. അവരെല്ലാവരും ചേർന്നെടുത്ത തീരുമാനമാണ് ഇത് എന്നുകൂടിയാണ് ഉഷ ഹസീന വ്യക്തമാക്കുന്നത്. എന്തായാലും താരസംഘടനയായ അമ്മയിലെ പ്രശ്നങ്ങൾ അവസാനിക്കുന്നില്ല. വീണ്ടും കോടതിയിലേക്ക് ഒരു നിയമ പോരാട്ടവുമായി മുന്നോട്ട് പോകാനാണ് നടി ശ്വേതാ മേനോനും മറ്റു ഭാരവാഹികളും തീരുമാനിച്ചിരിക്കുന്നത്. അതിനിടെ ജയൻ ചേർത്തല, കൈലാഷ് അടക്കമുള്ളവർ ഇന്നലെ രാത്രിയോട്, ജോയി മാത്യു അടക്കമുള്ളവർ ഇന്നലെ രാത്രിയോടുകൂടി തന്നെ രാജിക്കത്ത് കൈമാറുകയും ചെയ്തു. എന്തൊക്കെയാണ് താരസംഘടനയിൽ നടക്കുന്നത് എന്നത് വ്യക്തമാകുന്നില്ല. നേരത്തെ ശ്വേതയെ അനുകൂലിച്ചുകൊണ്ടുള്ള നിലപാടായിരുന്നു ജോയ് മാത്യുവിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. അന്ന് ജനറൽ ബോഡി യോഗത്തിന് ശേഷം പോകുമ്പോൾ അദ്ദേഹം പറഞ്ഞതിൽ നിന്ന് അതായിരുന്നു മനസ്സിലായത്. പക്ഷേ ഇന്ന് വളരെ ഗുരുതരമായ വിമർശനങ്ങൾ ഈ ഭരണസമിതിയുമായി ബന്ധപ്പെട്ട് ജോയ് മാത്യു ഉയർത്തുന്നുണ്ട്. ആദ്യം ഈ രാജിക്കത്തിലെ വിവരങ്ങൾ പുറത്തു വരുമ്പോൾ തന്നെ അതിശക്തമായ വിമർശനം ഭരണസമിതിക്കെതിരെയുണ്ട്. അതിനുശേഷം പിന്നീട് ഇപ്പോൾ അദ്ദേഹം മാധ്യമങ്ങളെ കണ്ടുകൂടി കാര്യങ്ങൾ വിശദീകരിക്കുന്നുണ്ട്. അത് രാജി 2 മാസം മുന്നേ സമർപ്പിച്ചതാണ് എന്നതൊക്കെ ഈ കാര്യങ്ങളിൽ വിശദീകരണമായി ജോയ് മാത്യു പറയുന്നുണ്ട്. ഭരണസമിതിക്ക് ശരിയായ രീതിയിൽ സംഘടനയെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല. ഭൂരിപക്ഷ അഭിപ്രായം മിക്കവാറും മണ്ടത്തരങ്ങളാകും. അതിനുശേഷം അദ്ദേഹം പറയുന്നത് ഒരു സ്ത്രീ നേതൃത്വത്തിൽ വന്നതുകൊണ്ട് ഒരു കാര്യവുമില്ല എന്നതാണ് ജോയ് മാത്യു പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു പ്രസ്താവന കൂടി ജോയ് മാത്യുവിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു. ഈ ഭരണസമിതിയിൽ തന്നെ ഭിന്നതകളുണ്ട്. അതേസമയം ശ്വേതയും മറ്റുമൊക്കെ നിയമ നടപടികൾക്ക് തയ്യാറെടുക്കുന്നു എന്നും മനസ്സിലാകുന്നു. ജോയ് മാത്യുവിൻ്റെ വാക്കുകൾ കൂടി ഒന്ന് കേൾക്കാം. ഒരു സ്ത്രീ നേതൃത്വത്തിൽ വന്നുകൊണ്ട് കാര്യമില്ല, അത് വെറുതെ പറയുന്നതാണ്. ഒരു സ്ത്രീകൾ വന്നാലൊക്കെ ശരിയാവും എന്നൊക്കെ. അതൊരു പുരുഷനാണെങ്കിലും സ്ത്രീയാണെങ്കിലും അവർ ഉത്തരവാദിത്വത്തോടെ കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ പ്രശ്നങ്ങൾ സോൾവ് ആയി മാറാനാണ്. കാരണം ഇത് പടലപ്പിണക്കങ്ങളും പരസ്പരമുള്ള അധികാര വടംവലിയും അധികാര കൊതിയും ഇങ്ങനെയൊക്കെയുള്ളൊരു സംഘമാണ്. അതായത് ഒരു പാനലായിട്ട് ജയിച്ചു വന്നതല്ല. നമ്മളൊരു പാനലായിട്ട് ജയിച്ചു വരുമ്പോൾ നമുക്കൊരു പോളിസി ഉണ്ടാവും. ഏത് രാഷ്ട്രീയ പാർട്ടിയാണെങ്കിലും അങ്ങനെ, അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പായിട്ട് വരുമ്പോൾ ഇത് ഇൻഡിവിജ്വലായിട്ട് മത്സരിച്ചിട്ട് വരുന്ന ആൾക്കാരാണ്. ഇൻഡിവിജ്വലായിട്ട് മത്സരിച്ച് വരുമ്പോൾ അവർക്കൊക്കെ സ്വകാര്യ താല്പര്യങ്ങളുണ്ടാവുക. അപ്പോൾ ആ സ്വകാര്യ താല്പര്യങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടും. അപ്പോഴാണ് പരസ്പര സ്പർദ്ധ വരുന്നു, പോലീസ് കേസിലെത്തുന്നു, മറ്റേയാൾ എന്നെ മോശം പേര് വിളിച്ചെന്ന് പറയുന്നു, അത് കേസാവുന്നു. ഇങ്ങനെ പോലീസ് കേസിലേക്ക് എത്തിക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകാൻ ഇടവരുത്താത്ത ഒരു നേതൃത്വം വേണ്ടത്. നേതൃത്വം എന്ന് പറഞ്ഞാൽ നമ്മളെ എതിർ ശബ്ദത്തെ പോലും കൂടെ നിർത്താൻ സാധിക്കുന്ന ഒരു കഴിവ് വേണം. അതില്ലാത്തതുകൊണ്ടാണ് ഇത്രയധികം പ്രശ്നങ്ങളുണ്ടായത്. തുടക്കത്തിലേ പ്രശ്നങ്ങളായിരുന്നു. അപ്പോൾ വ്യത്യസ്തമായ താല്പര്യങ്ങൾ ഉള്ളവരുടെ ഭരണസമിതിയായിരുന്നു. പാനലായി മത്സരിക്കാത്തത് കൊണ്ട് തന്നെ സ്വന്തമായിട്ടുള്ള താല്പര്യങ്ങളാണ് അവരെ മുന്നോട്ട് നയിച്ചത്. അതാണ് പലതരത്തിലുള്ള ഏറ്റുമുട്ടലുകളിലേക്ക് എത്തിയത് എന്നതാണ് ജോയ് മാത്യു ചൂണ്ടിക്കാട്ടുന്നത്. ഭരണസമിതിയുടെ ഉൾപ്പെട്ടവരെ അവരുടെ അഭിപ്രായങ്ങളൊക്കെയും പരിശോധിച്ചാൽ ആ ഭിന്നത വളരെ പ്രകടമായിരുന്നു. കഴിഞ്ഞ കുറേ ആഴ്ചകളായി നമ്മൾ ആ കാര്യങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നിയമ പോരാട്ടത്തിലേക്ക് ശ്വേതയ്ക്കൊപ്പം ആരൊക്കെ ഉണ്ട് എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. എന്തായാലും കുറേ പേർ രാജി സമർപ്പിച്ചിരിക്കുന്നു ഇപ്പോൾ എന്നത് വ്യക്തമാകുന്നു. ശ്വേത രാജി സമർപ്പിക്കാൻ തയ്യാറായിട്ടുമില്ല. എന്തായാലും അമ്മയിലെ തർക്കങ്ങൾ കോടതി കയറുമെന്നത് ഏതാക്കുറെ ഉറപ്പായിരിക്കുന്ന ഒരു സാഹചര്യമാണ്. ഏത് തരത്തിൽ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാനാകും, ഇനി മെഗാ താരങ്ങളുടെ ഇടപെടൽ ഉണ്ടാകുമോ, പരിഹരിക്കപ്പെടുമോ എന്നതൊക്കെ വരും ദിവസങ്ങളിൽ അറിയേണ്ടതാണ്. എന്തായാലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇത് കോടതി കയറാനുള്ള സാധ്യത തന്നെയാണ് നിലനിൽക്കുന്നത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.